ഇതൊരു തേങ്ങയാണ്. ഈ തേങ്ങ നമുക്ക് ഈ വാക്കത്തി കൊണ്ട് എങ്ങനെ ഇത് പൊതിക്കാം എന്നുള്ളതാണ്. അപ്പം അറിയാൻ പാടില്ലാത്തവർ നോക്കിക്കോളൂ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് താഴെ ഇരിക്കുക. എന്നിട്ട് തേങ്ങ ഇങ്ങനെ എടുക്കാം. മാറി നോണേ. എന്നിട്ട് നമ്മൾ ഒരു നേരെ കൊത്തുക. ഇതുകൊണ്ട് കൈ പോകാതെ നോക്കണം. എടുത്തിരിക്കുന്നുള്ള തല മാറി എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ലെയർ കറക്റ്റ് ആ ഒരു പാട് നോക്കി തന്നെ അങ്ങനെ കൊത്തുക. എന്നിട്ട് അതിനിപ്പുറത്തെ സൈഡ്, ഇതിൻ്റെ ഇടത്തെ സൈഡ് ഇങ്ങനെ കൊത്തുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ തിക്കിയാൽ മതി. അപ്പം ആദ്യമായിട്ട് തിക്കി കഴിഞ്ഞാൽ അത് പോകത്തില്ല. അപ്പം അതിൻ്റെ താഴെ വീണ്ടും ഒരു ഏറെക്കുറെ ഒരു ഇട്ടാൽ മതി. ഇങ്ങനെ മാറണ ഇങ്ങനെ തിക്കിയാൽ മതി. വീണ്ടും താഴെ കൊത്തുക. എന്നിട്ട് വീണ്ടും തിക്കണം. അപ്പോൾ അത് ഒരു ലെയറായിട്ട് പൊട്ടി. ഇനി ഇതവിടെ നിൽക്കട്ടെ. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഇടത്തേക്ക് മാറി ഇതിനിടത്തേക്ക് മാറിയിട്ട് വീണ്ടും ഇങ്ങനെ കൊത്തുക. വീണ്ടും അതിൻ്റെ താഴെ കണ്ടോ. അപ്പോൾ അതിങ്ങനെ നീണ്ട് ഓരോ പീസായിട്ട് കിട്ടും. മാറിക്കിടന്ന് എന്നിട്ട് കേട്ടോ ഇത്രേ ഉള്ളൂ. അതിൻ്റെ വീണ്ടും അതിൻ്റെ താഴെ എൻ്റെ കയ്യിലും ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ അതൊരു പീസായി. ഇതിങ്ങനെ തിക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കിട്ടി. അടുത്തത് കേട്ടോ. നമുക്ക് ഇങ്ങനെ തിക്കി എടുക്കാൻ പറ്റുന്ന ബലത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും. ഇപ്പം ഇത്രയും മതിയെങ്കിൽ ഇത്രയും വെച്ച് എടുത്താൽ മതി. ഇത് വേണം ഇങ്ങനെ എടുക്കുക. അപ്പോൾ അത് വിട്ടു അങ്ങനെ മാറിക്കും. ഇനി വീണ്ടും അതിൻ്റെ ഇടത്തെ സൈഡ് തിക്കുക, താഴെ കൊത്തുക കേട്ടോ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ആയുധം വെച്ചുള്ള കളിയാണ്. കൈ മുറിയാതെ സൂക്ഷിക്കുക. കേട്ടോ. ഇങ്ങനെ നേരെ താഴെ കൊത്തുക. ഇനി അടുത്ത ലെയർ ഇവിടെ കൊത്തുക. എന്നിട്ട് ഇങ്ങനെ തിക്കി കൊടുക്കണ്ട. ഇതേ പിടിച്ചോണ്ട് ഇങ്ങനെ തിക്കുക. അതിൻ്റെ അടിയിൽ കൊത്തുക. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. അത് അറിയാൻ പാടില്ലാത്തത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായില്ല. കൈ കളയാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ കൊത്തുക. ഇതെല്ലാം വിട്ടല്ലോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ആദ്യം കൊത്തിയ ലെയർ ഇതാണ്. അതും ചെയ്യുക. എന്നിട്ട് ഇത് മാറ്റിയിടും. എന്നിട്ട് ഇതേ പിടിച്ചോണ്ട് ഇതിങ്ങനെ വലിച്ചാൽ മതി. ശ്രദ്ധിച്ച് നോക്കിക്കോ. അപ്പോൾ ഇതുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളത് എടുത്തു കളയും. ഇപ്പോൾ കടയിലൊക്കെ വിൽക്കുന്ന തേങ്ങയ്ക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാവും. ഈ സാധനം ഉണ്ടാവും. അത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വരുന്നത് തേങ്ങയുടെ 3 കണ്ണ് ഇവിടെ. അപ്പോൾ അത് നമ്മളിപ്പം കറിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ട. കാര്യം നമുക്ക് പൊട്ടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി അതും കൂടെ അങ്ങോട്ട് കുറച്ച് കളയും. ഇത്രേ ഉള്ളൂ. ഇനി നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് നമ്മൾ പൊട്ടിക്കുമ്പം നമ്മുടെ തേങ്ങാ വെള്ളത്തിൽ ഇതിൻ്റെ നാരൊന്നും വീഴാതിരിക്കാനായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് അടുത്തെടുത്തോണ്ട് വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ബാക്ക് അടിക്കാൻ നോക്കുക. ഇനി ഇത് പൊട്ടിക്കണം എങ്ങനെ കാണിച്ചില്ല. കൈ അരുവ അല്ലെങ്കിൽ എന്നാ പറഞ്ഞ വാക്കത്തി എടുക്കുക. ഇതിങ്ങിട്ട് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ കയ്യിൽ വെക്കുക. സിമ്പിൾ പരിപാടി. എന്നിട്ട് ഇതുപോലെ നമ്മൾ അരുവ അല്ലെങ്കിൽ വാക്കത്തി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടോ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒരുപാട് ബലത്തിൽ വെട്ടരുത്. ചെറുതായിട്ട് ഇങ്ങനെ വെട്ടുക. കണ്ടോ. അപ്പോൾ അത് ഏറെക്കുറെ കറക്റ്റ് ലെവലിൽ അങ്ങ് വിട്ട് ഒറ്റ കട്ടിങ്ങിന് തന്നെ കറക്റ്റ് ലെവലിൽ വിട്ട് നമ്മൾ എവിടെ വേണമല്ലോ നമുക്ക് ആ സെൻറ്റർ നോക്കി വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നൈസായിട്ട് ഒന്നുകൂടെ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുത്തിയാൽ അല്ലെങ്കിൽ വെള്ളം പോകും. നമുക്ക് ആ വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ആ വെള്ളം പോകത്തില്ല. എന്നിട്ട് ഇത് നമ്മൾ തേങ്ങ പൊതിച്ച പോലെ തന്നെ നൈസായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് തിക്കുക. അപ്പോൾ കറക്റ്റ് എന്നിട്ട് നമ്മൾ നേരെ താഴെ പാത്രം വല്ലതും വെച്ച് കൊടുത്താൽ അപ്പോൾ വെള്ളം പോകാതെ നമുക്ക് എടുക്കാം. പിന്നെ പകുതി കറക്റ്റ് ലെയറിന് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. എടുക്കുക. ഇതിങ്ങനെ അങ്ങ് എടുക്കുക. അത് 2 പീസായി കുഴപ്പമില്ലാത്ത രീതിയിൽ 2 കഷ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ട് ഇതുണ്ടാവും. വെള്ളമുണ്ട്, വെള്ളവും പോയിട്ടില്ല. വെള്ളം നമുക്ക് മാറ്റി ഒഴിച്ചെടുക്കും. ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവരും കണ്ടിരുന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് നമുക്ക് തേങ്ങ കട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് എല്ലാവർക്കും പഠിക്കാം. അറിയാൻ പാടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. കൈയൊന്നും കളയരുത്. എല്ലാവരും പഠിച്ചിരിക്കുക. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാതിരിക്കുന്നവരും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ